Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാഷ് ട്രാൻസാക്ഷനെ കുറിച്ചും ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ കുറിച്ചും അതേപോലെ തന്നെ ട്രാൻസാക്ഷനുള്ള രണ്ട് ആസ്പെക്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ ആസ്പെക്ടിന്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ജേണൽ എൻട്രി വരെ നമ്മൾ ജേണൽ എൻട്രി റെഡിയാക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മീൻസ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിനെ കുറിച്ചാണ്. ഇപ്പൊ എന്താ അക്കൗണ്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. An account is a device which is used to record the effect of transaction. ഓരോ ട്രാൻസാക്ഷന്റെയും എഫക്ട് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്ന ഒരു ഡിവൈസ് ആണ് അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കാണാം. അക്കൗണ്ടിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ടിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പേര് പറയാം, രണ്ടാമത്തെ ക്രെഡിറ്റ് സൈഡ്. അതിനുള്ള കോളംസ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേറ്റ് കോളം കാണാം, പിന്നെ പെർട്ടിക്കുലർ കോളം ഉണ്ടാകും, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇതേ ഐറ്റംസ് തന്നെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഏതൊക്കെ? ഡേറ്റ്, പെർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എൻട്രീസും അതിന്റെ അക്കൗണ്ടിലേക്കുള്ള പോസ്റ്റിംഗ്സും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. മിസ്റ്റർ എക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 ഒരു ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരുന്നു. അതിന്റെ ജേണൽ എഴുതുമ്പോൾ മനസ്സിലാക്കിയത് ക്യാഷ് അക്കൗണ്ട് ടു എക്സ് ക്യാപിറ്റൽ. അതേപോലെ തന്നെ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ആകുമ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരുന്നു. ആസ്പെക്ട് വരുന്നത് ക്യാഷും പെർച്ചേസുമാണ്. കേട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു പെർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. ക്യാഷ് സെയിൽസ് ആകുമ്പോഴോ ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. അതുകൊണ്ട് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. കേട്ട് മനസ്സിലാക്കിയത് ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. പെയ്ഡ് റെന്റ് ആകുമ്പോൾ റെന്റും ക്യാഷുമാണ് ആസ്പെക്ട്. റെന്റ് കൊടുക്കുമ്പോൾ ക്യാഷ് പോകും. ക്യാഷ് പോകുന്നത് കൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. എൻട്രി നമ്മൾ പഠിച്ചത് റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. ഈ എൻട്രി ഏതൊക്കെ അക്കൗണ്ടിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓരോ ആസ്പെക്ടും ഓരോ അക്കൗണ്ടിനും സെപ്പറേറ്റ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ എൻട്രിയിൽ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാ? ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ മിസ്റ്റർ എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് വന്നു, അതേപോലെ തന്നെ എക്സിന്റെ ക്യാപിറ്റൽ. അടുത്ത എൻട്രിയിലുള്ളത് പെർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടുമാണ്. അവിടെ പുതിയ അക്കൗണ്ട് കിട്ടി നമുക്ക് പെർച്ചേസസ് അക്കൗണ്ട്. നാലാമത്തെ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. അവിടെ പുതിയ അക്കൗണ്ട് കിട്ടിയത് സെയിൽസ് അക്കൗണ്ട് ആണ്. പെയ്ഡ് റെന്റ് ആകുമ്പോൾ വരുന്ന എൻട്രി റെന്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അവിടെ പുതിയ അക്കൗണ്ട് വന്നു റെന്റ് അക്കൗണ്ട്. അങ്ങനെ ഈ ജേണൽ എൻട്രി 5 അക്കൗണ്ടിന്റെ പ്രിപ്പറേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വരച്ചു കഴിഞ്ഞു. ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, പെർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്. അതിനുള്ള പോസ്റ്റിംഗ് എങ്ങനെ നോക്കാം. ഒന്നാമത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു എക്സ് ക്യാപിറ്റൽ ആയിരുന്നു ₹5. ഡെബിറ്റ് അക്കൗണ്ട് ജേണൽ ആയിരുന്നു ക്യാഷ് അക്കൗണ്ട്. സോ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ മറ്റേ ആസ്പെക്ടിന്റെ പേര്, അതായത് ആസ്പെക്ടിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് ₹5. ഇതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തതാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത ആസ്പെക്ടിന്റെ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ആയിരുന്നു, എമൗണ്ട് ₹5. രണ്ടാമത്തെ ജേണൽ എൻട്രി പെർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ₹80,000 ആയിരുന്നു. പെർച്ചേസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തത്, ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്തു. സോ പെർച്ചേസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന്റെ പേര് എമൗണ്ട് 80,000 ആയിരുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റിംഗ് വേണം. ക്യാഷ് അക്കൗണ്ടിനെയായിരുന്നു അവിടെ ക്രെഡിറ്റ് ചെയ്തത്. സോ ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ഡെബിറ്റ് ചെയ്ത ആസ്പെക്ടിന്റെ പേര്. അടുത്ത എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് ആയിരുന്നു ₹60,000. ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തത്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പേര്. അതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിലും സെയിൽസ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരുന്നു, അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പേര്. ലാസ്റ്റത്തെ എൻട്രി പെയ്ഡ് റെന്റ് ആയിരുന്നു. ജേണൽ എൻട്രി വന്നത് റെന്റ് അക്കൗണ്ട് ടു ക്യാഷ്. റെന്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ആ റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത ആസ്പെക്ടിന്റെ പേര് എഴുതാം ക്യാഷ്.
അതിന്റെ ഓപ്പോസിറ്റ് പോസ്റ്റിംഗ് വേണം. ക്യാഷ് അക്കൗണ്ട് എന്തെഴുതണം? ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത എക്സ്പെൻസിന്റെ പേര്. ഇനി നമ്മൾ ഈ അക്കൗണ്ട് എല്ലാം തന്നെ ടോട്ടൽ ചെയ്യണം, അതേപോലെ തന്നെ ബാലൻസ് ചെയ്യണം. അത് നമുക്ക് റെന്റ് അക്കൗണ്ട് നോക്കാം. റെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാ ജേണൽ എൻട്രീസും അതാത് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞു. ഇനി വേണ്ടത് ടോട്ടലിങ്ങും ബാലൻസും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ക്യാഷ് അക്കൗണ്ട് നോക്കാം. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടൽ നോക്കാം. 5,60,000 ആയിരുന്നു. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലുള്ള പോസ്റ്റിംഗ് എത്രയായിരുന്നു? 81. ഇനി നമുക്ക് ഓരോ അക്കൗണ്ടിന്റെയും ടോട്ടലും ബാലൻസും ആ പ്രോസസ്സിലേക്ക് പോകാം. ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള പോസ്റ്റിംഗ് അതിന്റെ ടോട്ടൽ 5,60,000 ആണ്. ക്രെഡിറ്റ് സൈഡിലുള്ള ടോട്ടൽ വരുന്നത് നോക്കിയിട്ട് 81,000 ആണ്. സോ ഡെബിറ്റിന്റെ ടോട്ടൽ വരുന്നത് 5,60,000. ക്രെഡിറ്റിന്റെ ടോട്ടൽ വരുന്നത് 81,000. ഏതായാലും ഹയർ അക്കൗണ്ട് വരുന്നത് ഹയർ അക്കൗണ്ട് ആണ്. രണ്ട് സൈഡ് നമ്മൾ മാർക്ക് ചെയ്യും. ഹയർ അക്കൗണ്ട് വന്നത് 5,60,000. രണ്ട് സൈഡ് മാർക്ക് ചെയ്തു. ഏത് സൈഡിലാണോ വ്യത്യാസമുള്ളത്, കുറവുള്ളത്, ആ സൈഡിൽ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യാം. എത്രയാണ് വ്യത്യാസം വരുന്നത്? 5,60,000 നിന്ന് ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ ആയിട്ടുള്ള 81,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ 4,79,000. ഇതേപോലെ തന്നെ അടുത്ത അക്കൗണ്ടിലേക്ക് പോകാം. ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ പോസ്റ്റിംഗ് ഉള്ളൂ 5 lakh. ഡെബിറ്റ് സൈഡിൽ യാതൊരു പോസ്റ്റിംഗും ഇല്ല. സോ എമൗണ്ട് എഴുതുന്നത് 5 lakh തന്നെയാണ്. ഡെബിറ്റ് സൈഡിൽ യാതൊരു പോസ്റ്റിംഗും ഇല്ലാത്തത് കൊണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് ഫുൾ എമൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇതേപോലെ തന്നെ പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോകാം. പർച്ചേസ് അക്കൗണ്ടിലും ജേണൽ പ്രകാരം പോസ്റ്റിംഗ് നടത്തിയത് ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ 80,000. ടോട്ടൽ വരുന്നത് 80,000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ യാതൊരു പോസ്റ്റിംഗും ഇല്ല. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് 80,000 മാർക്ക് ചെയ്തു. ഇതേപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടും റെന്റ് അക്കൗണ്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ അക്കൗണ്ടും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നോമിനൽ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് റിയൽ അക്കൗണ്ട് വരുന്നത്, അതേപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ആ കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ആ ബാലൻസിംഗിലേക്ക് പോകും. തൽക്കാലം ഈ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ നിർത്തി. എല്ലാം ഓർമ്മിക്കേണ്ട കാര്യം, എല്ലാ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും മാത്രമേ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നോമിനൽ അക്കൗണ്ടിൽ ബാലൻസിംഗിന്റെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ പോകുന്നത് ട്രയൽ ബാലൻസിലേക്കാണ്. ഓരോ അക്കൗണ്ടിന്റെയും ബാലൻസ് എടുത്തുകൊണ്ടാണ് നമ്മൾ ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. ട്രയൽ ബാലൻസിന്റെ റൈറ്റ് സൈഡിൽ രണ്ട് എമൗണ്ട് കോളം കാണാം. ഡെബിറ്റ് എമൗണ്ടും അതേപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ടും. ഈ ട്രയൽ ബാലൻസ് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിന്റെ ബാലൻസ് നോക്കാം. ഡെബിറ്റ് സൈഡിൽ മാർക്ക് ചെയ്തായിരിക്കും നമ്മുടെ അക്കൗണ്ട് അസറ്റ് ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും, നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് ആണെങ്കിലും എക്സ്പെൻസിന്റെ അക്കൗണ്ട് ആണെങ്കിലും അതിന്റെ ബാലൻസ് മാർക്ക് ചെയ്യുന്നത് ഡെബിറ്റ് കോളത്തിലാണ്. അതേപോലെ തന്നെ ലാബിലിറ്റീസോ വരുമാനമോ ആണെങ്കിൽ ആ ഐറ്റംസ് നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. മീൻസ് ക്യാഷ് ഉറപ്പിച്ച് നോക്കാൻ നമുക്ക് അസറ്റ് ആണോ എക്സ്പെൻസ് ആണോ ലാബിലിറ്റി ആണോ റവന്യൂ ആണോ. ക്യാഷ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അസറ്റ് ആണ്. സോ ക്യാഷ് അക്കൗണ്ടിന്റെ എമൗണ്ട് ബാലൻസ് എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അടുത്ത അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കണം. ബിസിനസ്മാനിൽ നിന്നും വായ്പയായിട്ട് ലഭിക്കുന്ന എമൗണ്ട് ആണ്. ബിസിനസ് വേറെ, ബിസിനസ്മാൻ വേറെ. ബിസിനസ്മാൻ ക്യാഷുമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസ്മാനിൽ നിന്നും വായ്പ വാങ്ങുന്നു, ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിന്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത ഇനം പർച്ചേസസ് ആണ്. പർച്ചേസ് ഓഫീസ് നോക്കാം. പർച്ചേസ് എന്ന് പറയുമ്പോൾ അസറ്റ്, എക്സ്പെൻസ്, ലാബിലിറ്റി, റവന്യൂ ഏത് കാറ്റഗറി ഉൾപ്പെടുത്താം? പർച്ചേസ് എക്സ്പെൻസിൽ ഉൾപ്പെടുത്തും. എക്സ്പെൻസ് ആകുമ്പോൾ അതിന്റെ ഫിഗർ നമ്മൾ ഡെബിറ്റ് സൈഡിൽ തന്നെ.
സെയിൽസ് ആകുമ്പോഴോ സെയിൽസ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്, സെയിൽസ് വരുമാനമാണ്. സോ സെയിൽസിന്റെ എമൗണ്ട് മാർക്ക് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡ്. അസറ്റും എക്സ്പെൻസുമാണ് ഡെബിറ്റ് സൈഡിൽ, ലാബിലിറ്റീസും വരുമാനങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ലാസ്റ്റ് ആയിട്ട് വരുന്നത് റെന്റ് ആണ്, വാടക കൊടുത്തു. വാടക കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ആകുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യാം. ട്രയൽ ബാലൻസിന്റെ രണ്ട് കോളംസും ഒരേ ഫിഗർ കിട്ടും. ടാലി ടോട്ടൽ നോക്കാം നമുക്ക്. ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ 5,60,000 5,60,000. ഡെബിറ്റിന്റെ ടോട്ടലും അതേ ഫിഗർ തന്നെ കിട്ടും, 5,60,000. സോ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഒന്നുകൂടി പോകാം. ട്രയൽ ബാലൻസിന്റെ റൈറ്റ് സൈഡിൽ രണ്ട് എമൗണ്ട് കോളം കാണാം. ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഡെബിറ്റ് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അസറ്റും എക്സ്പെൻസും എല്ലാം തന്നെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഓക്കെ.